ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി സ്രാവ് കറിയാണ് കേട്ടോ. തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്രാവ് കറിയെ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം സ്രാവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷമുള്ള വെയിറ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1/2 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കാം. തേങ്ങ അധികം വേണ്ട, തേങ്ങയുടെ ടേസ്റ്റ് മുമ്പിലോട്ട് നിൽക്കരുത്, അതുകൊണ്ട് തേങ്ങ അധികം വേണ്ട കേട്ടോ. ഒരു തണ്ട് കറിവേപ്പില, 2 ചെറിയുള്ളി അരിഞ്ഞത്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. തേങ്ങയുടെ കളറൊന്ന് മാറാൻ തുടങ്ങുമ്പം ലോ ടു മീഡിയത്തിൽ വെച്ച് കൊടുക്കാവേ. തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. തേങ്ങയുടെ കളറൊക്കെ നല്ലതുപോലെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇനി, അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മതി. 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകാണ് ചേർക്കുന്നത്. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും. ആ ചൂടിലിരുന്നിട്ട് പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കോളും കേട്ടോ. നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. മൺചട്ടി ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു 1/4 കപ്പ് തേങ്ങ കൊത്തിയെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. സ്രാവ് ആയതുകൊണ്ടാണ് തേങ്ങ കൊത്തിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയുടെ കളറൊന്ന് മാറി വരുമ്പോഴേക്കും ഒരു പച്ചമുളക്, 1/4 കപ്പ് ചെറിയുള്ളി, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് കൊടുക്കണം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഒരുപാട് കളറൊന്നും മാറി വരണ്ട. ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഒട്ടും കളയണ്ട കേട്ടോ, അരപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണേ. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. നല്ലതുപോലെ തിളച്ച് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 കുടംപുളി 1/2 കപ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീൻകറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. തേങ്ങ അരച്ച ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. മീൻ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. തേങ്ങ അരച്ചതുകൊണ്ട് നല്ല കൊഴുപ്പുണ്ടാകും മീൻകറിക്ക്. മീൻകറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വരട്ടെ. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് ഒരല്പം മുമ്പിലോട്ട് നിൽക്കണേ. ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാവേ. നല്ലതുപോലെ തിളയ്ക്കട്ടെ. അടച്ചു വെക്കുന്നില്ല, തുറന്നു വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നല്ലതുപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ലോ ടു മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതിയേ. മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണേ. അല്ലെങ്കിൽ ചട്ടി എടുത്തൊന്ന് ചുറ്റിച്ച് കൊടുത്താലും മതി. നല്ലതുപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ആ സമയം കൊണ്ട് മീൻ കഷ്ണങ്ങളും വെന്ത് കിട്ടും. എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. തേങ്ങ അരച്ചതുകൊണ്ട് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ലതുപോലെ കുറുകി വരും. ഉപ്പൊക്കെ നോക്കണം ഈ സമയത്ത്. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവയും ചേർത്ത് കൊടുക്കണം. മീൻ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. സ്രാവ് മീൻ കിട്ടുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല മീൻകറിയാണ്. മീൻകറിയിൽ തേങ്ങ കൊത്തിയിടുവാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്